രേണുവിന് അസുഖമുണ്ടായിരുന്നെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ലോകത്തോട് വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. രേണുവിന് ഏറ്റവും അടുത്തറിയാവുന്ന ഈ സത്യങ്ങൾ അറിയാവുന്ന കൂട്ടത്തിൽ ഒരാൾ ഈ ശാരികയുമാണ്. ഹോട്ട് സീറ്റിന് ശേഷം ബിഗ് ബോസിൽ വന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് നീതിയെന്ന് തോന്നുന്നതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എന്നും കൂടുതൽ ആൾക്കാരും ആണും പെണ്ണും ഉൾപ്പെടെ എന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു നല്ല സ്ത്രീയാണ്, നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ആ രേണു സുനയുടെ പുറകെ പോകുന്നത്, രേണു സുധിയുടെ പുറകെ പോകുന്നത്, രേഷ്മ പി തങ്കച്ചൻ്റെ പുറകെ, അങ്ങനെ 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 വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ അത് മാന്യമായി പോകും. അതിന് ക്രൂരമായ വാക്കുകൾ. അന്നും ഇന്നും ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, അത് നമുക്ക് പറയാൻ റൈറ്റ് ഇല്ല. എങ്കിലും ഞാൻ പറയുവാണ്, നമ്മുടെ സദാചാര ഓളുകളോടായി പറയുന്നത്. അവരാരുടെ മുമ്പിൽ തുണി പറിച്ച് ആടിയിട്ടില്ല, അവർ ക്യാബറയെ കളിക്കുന്നില്ല, പിന്നെ അവർ മതസ്പർദ്ധ നടത്തിയിട്ടില്ല. എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു മീഡിയയിലും വന്നവരത് പറഞ്ഞിട്ടുമില്ല. ജാതി പറയുകയോ മതം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള സാധനം അവർ ചെയ്തു ജീവിച്ചു, അത്ര തന്നെ. അതുമാത്രമാണ് രേണുസുതി ചെയ്തത്. ജീവിക്കാൻ വേണ്ടി കെട്ടിയാടിയ ഒരു മുഖം, ആ മുഖം അവർ തന്നെ അഴിച്ചു വെച്ചു. അതെന്തിനായിരുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എൻ്റെ കമൻറ്റ്സ്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത പല വീഡിയോകളുടെ താഴെയും ഇന്നും വന്ന് നന്നായിപ്പോയി, അവൾക്ക് ഇങ്ങനെ തന്നെ വേണം, അവൾ കൂത്താടിയെന്നോടാണ് ഇങ്ങനെ സംഭവിച്ചു, എങ്ങനെ സാധിക്കുന്നു? ഇതിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലായി, സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഒരുപാട് ദയയും കരുണയുള്ളവരാണ് മലയാളികൾ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കമൻറ്റോളി കുറേ മലയാളികളുണ്ട്, ദുഷ്ടമൃഗങ്ങൾ, ദുഷ്ടജന്മങ്ങൾ, ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഫേം വയറുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വൈറസുകൾ, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത കുറേ വൈറസുകൾ, സോഷ്യൽ മീഡിയ മലയാളി ഓളികൾ, അവരെ ഞാനീ പറയുന്നത്. അത് നല്ല കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷേ ഒരു തുള്ളി വിഷം പാലിൽ വീണാൽ ആ പാല് വിഷമായി പോകത്തില്ലേ? അതാണ് അവസ്ഥ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിനക്കൊക്കെ?